ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. കറി വെക്കലും പിന്നെ അടിച്ചു വാരൽ തുടക്കൽ ഇത് മാത്രം. തുടക്കലല്ല, അടിച്ചു വാരൽ, തുടക്കലൊന്നും ഉണ്ടായില്ല. തുടക്കൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്ത കാരണം ഇന്ന് തുടച്ചില്ല. അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അടിച്ചു വാരലാകും, മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി കറിയൊക്കെ വെക്കൽ, ഇതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈപ്പയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്ക, ചിലയിടത്ത് കൈപ്പയ്ക്ക എന്ന് പറയും, ഞങ്ങളിവിടെയൊക്കെ കൈപ്പയ്ക്ക എന്നാണ് പറയാറ്. അതിന് പലയിടത്തും പല പേരിലാണല്ലോ പറയുക. അപ്പോൾ പാവയ്ക്ക, അപ്പോൾ അത് കറി വയ്ക്കാനാണ് ആദ്യം തന്നെ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുനുകുനാന്ന് ചെറുതായി നന്നായി നുറുക്കി, നന്നായി കഴുകി, ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു കലത്തിലാക്കിയിട്ട് അത് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അടുപ്പമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാമ്പാർ വെക്കാനുള്ള ാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അധികമൊന്നും ഉണ്ടായില്ല. കിട്ടിയ കഷ്ണങ്ങൾ, ഉണ്ടായ കഷ്ണങ്ങൾ എടുത്ത് നുറുക്കി അത് കഴുകി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കൈപ്പയ്ക്ക അതായത് പാവയ്ക്ക വേവണ നേരം കൊണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വാങ്ങി വെക്കുമ്പോൾ അപ്പം തന്നെ ഇത് കയറ്റി വെക്കാം. അപ്പോൾ രണ്ട് പണികളും ഒരുമിച്ച് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നണില്ലല്ലോ. അപ്പോൾ ആ കൈപ്പയ്ക്ക വേവിച്ച് അത് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ ആ അടുപ്പുമഴിക്ക് തന്നെ നമ്മൾ സാമ്പാറിന് കഷ്ണങ്ങൾ വച്ചിട്ടുണ്ടായല്ലോ, വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ അത് കയറ്റി വെച്ചു. അപ്പോൾ അത് ഒന്ന് പകുതി ഒരു വേവായി വന്നപ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് ഇളക്കി, പിന്നെ അത് വെന്ത് കിട്ടിയപ്പോൾ അത് വാങ്ങി വെച്ചു. അത് വാങ്ങി വെച്ചിട്ട് ആദ്യം തന്നെ സാമ്പാറിന് വറുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചീഞ്ചട്ടി ആ അടുപ്പുമഴിക്ക് കയറ്റി വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു. കടുകും ഉലുവ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് ഇളക്കി, സാധാരണ നമ്മൾ വെക്കണ പോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് ഇളക്കി, പിന്നെ മുളക് പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഇല്ല കേട്ടോ, സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് വെക്കണത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് ഉലുവ ഇതൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് ഇളക്കി. മഞ്ഞൾപ്പൊടി ഇട്ടില്ല, വേവിക്കാൻ നേരത്ത് ഇട്ട കാരണം ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് സാമ്പാർ വേവിച്ച് വെച്ചേക്കണ സാമ്പാർ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ചു. അത് ചീഞ്ചട്ടിയിൽ നിന്ന് മാറ്റി ആ കലത്തിലേക്ക്, വേവിക്കാൻ വെച്ച കലത്തിലേക്ക് തന്നെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ ചീഞ്ചട്ടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അരിഞ്ഞു വെച്ച ഉള്ളി വെളുത്തുള്ളി ഇട്ട് ഇളക്കി. പിന്നെ അതിലേക്ക് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്കിട്ട് ആ പരുവാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കാണിച്ചു തന്നില്ലേ, അത് ആ പാവയ്ക്കാണ് കേട്ടോ. അപ്പോൾ ആ പരുവത്തിലാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് മിറ്റമൊക്കെ അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം എല്ലാ അകവും ഒന്ന് അടിച്ചു വാരി, അകവും ഹാളും അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിട്ടാ. മുറ്റത്ത് കുറച്ചധികം അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുളിയിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചപ്പുളി കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ വെച്ചപ്പോൾ സാമ്പാറിൽ കായം ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ വേപ്പില വേണമല്ലോ, അപ്പോൾ വേപ്പില പോയി പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചി. നമുക്കറിയാലോ പുളിയിഞ്ചി, അതായത് ഇഞ്ചമ്പുളിക്ക് എങ്ങനെയാണ് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഒക്കെ അരിയണമെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതുപോലെ അരിഞ്ഞിട്ട് പുളി പിഴിഞ്ഞതൊഴിച്ച് ഈ കുറച്ച് മുളക് അതിലേക്ക് ഇട്ടിട്ട് അത് പുളി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ നമ്മൾ പുളിയൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ശർക്കര ഇട്ടു. ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് പുളിവെള്ളം ഒന്ന് തിളച്ച് കുറുതായി വന്നപ്പോൾ അത് വാങ്ങി മാറ്റി വെച്ച് അതിലേക്ക് അടുപ്പിലേക്ക് ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ആ തിളപ്പിച്ച് വെച്ചേക്കണ പുളിയും ശർക്കരയും പുളിയും ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായല്ലോ, ആ വെള്ളം ഒഴിച്ചു. നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുതാക്കി ഈ പരുവത്തിലാക്കിയെടുത്തു. അപ്പോൾ ഇത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ദിവസമാണ് ഞാൻ ഒന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.